ഹലോ, ഇന്ന് ഞാൻ എന്ത് പറഞ്ഞ് തുടങ്ങും, എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കും എന്നെനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ മെൻ്റലി ഒട്ടും ഞാൻ ഓക്കെ അല്ല. അപ്പോൾ അതെന്താണ് കാരണം എന്നൊക്കെ ഞാൻ വഴിയേ പറയാം. നമ്മളെ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാൻ കണ്ടിഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് നമ്മളെ ലൈഫ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതം എത്രത്തോളം കളർഫുള്ളാക്കാൻ പറ്റുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, നമ്മളെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ പോയിരുന്നെങ്കിൽ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളെ ജീവിതം മുന്നോട്ട് പോവുക. നമ്മളെ പടച്ചവൻ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കാല്ലേ. നമ്മൾ പലതും പ്ലാൻ ചെയ്യും, നടപ്പിലാക്കണം എന്നൊക്കെ വിചാരിക്കുമെങ്കിലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മളെ ലൈഫ് ജേണി പോവുക. നമ്മൾ വിചാരിക്കുന്നിടത്തായിരിക്കില്ല എത്തുക. നമ്മളെ വിദ്യാഭ്യാസം, പ്രൊഫഷൻ, ജീവിതം ഒക്കെ നമുക്ക് ഓരോ ഓരോ നിമിത്തങ്ങളാണല്ലേ ലൈഫിൽ. ഒരാളുടെ ജീവിതത്തിൽ അപ്സും ഉണ്ടാവും ഡൗൺസും ഉണ്ടാവും. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നവരാണ് ശരിക്കും ജീവിതത്തിൻ്റെ പോരാളി അല്ലെങ്കിൽ വിജയി എന്നൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും സന്തോഷം മാത്രം നിറഞ്ഞതായിരിക്കില്ല, എല്ലാ മനുഷ്യന്മാർക്കും ദുഃഖവും കൂടി ചേർന്നതായിരിക്കും ജീവിതം. പക്ഷെ അത് കോപ്പപ്പ് ചെയ്ത് പോകാനുള്ള ചിലവരുടെ കഴിവുണ്ടല്ലോ, അവിടെയാണ് ആ മനുഷ്യൻ തീർച്ചയായും വിജയിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കൊരു ഡൗൺ സ്റ്റേജാണ്. അതായത് ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു ടൈമാണിത്. വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാനുള്ള ടൈമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളെ ലാസ്റ്റ് വീക്കെൻഡ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് മനസ്സിന് വിഷമം തോന്നുന്നതും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിനാണോ ഇത്ര വലിയ ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ പറഞ്ഞതെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പോകാമെന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ടഫ് ടാസ്ക്കാണ് കേട്ടോ. പെർമനൻ്റായിട്ട് ഇവിടെ നിന്നിരുന്ന ടൈമിലൊന്നും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ നാട്ടിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വെക്കേഷനാണ് കേട്ടോ വന്നത്, സ്കൂൾ വെക്കേഷന് വന്നതാണ്. ഇപ്പോൾ ആക്ച്വലി 2 മാസം സ്കൂളിൻ്റെ ലീവ് എടുത്തിട്ടാണ് ഞാൻ കൂടുതൽ ഇവിടെ നിന്നത്. അപ്പോൾ 2 മാസം നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ 4-5 മാസമായിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. സ്കൂളിൽ നിന്ന് മെസ്സേജും കോളൊക്കെ വന്നു തുടങ്ങി, എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇനി സ്കൂളിൽ നിന്ന് പുറത്താക്കുമോയെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോവലായി. കുറേ പിടിച്ച് നിൽക്കാൻ നോക്കി, എന്തായാലും പോയേ പറ്റുള്ളൂ. സ്കൂളും ക്ലാസ്സൊക്കെ കുറേ മുടങ്ങി. ഞാൻ എന്നെക്കൊണ്ടായ വിധത്തിലൊക്കെ ഇവിടെ ക്ലാസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു കൊടുക്കണമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ടീച്ചേഴ്സ് എടുക്കണ അത്ര ഒന്നും നമുക്ക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ നാട്ടിലത്തെ ജീവിതം ഇവിടുത്തെ ജീവിതം തമ്മിൽ കംപ്ലീറ്റ്ലി നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മളെ ഫാമിലി ടൈംസ് കുറച്ചും കൂടി അധികം കിട്ടും കേട്ടോ നാട്ടിലത്തേലും കൂടുതൽ. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ വീക്കെൻഡും എന്തായാലും പുറത്ത് പോകും. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകും, ഷോപ്പിംഗ്, അങ്ങനെ ചെറിയ മറ്റു ചില കാര്യങ്ങൾക്ക് പുറത്ത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നമ്മളെ ലൈഫ് കുറച്ചും കൂടെ കുറച്ച് എന്താ പറയുക ടൈം സ്പേസ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നാട്ടിലെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെയും നമ്മൾ നാട്ടിലും ഹസ്ബൻഡ് വിദേശത്തും ആണെങ്കിൽ നമുക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ വീട്ടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ് കേട്ടോ. പുറത്തൊരു ലോകം കാണലില്ല. അപ്പോൾ നമുക്ക് ഒരു ഫാമിലി ടൈം തീരെ കിട്ടലില്ല. ഇപ്പം നാട്ടിൽ ഇവർ വന്നാൽ തന്നെ ആകെ 1 മാസം ഉണ്ടാവും. പിന്നെ നമ്മളെ റിലേറ്റീവ്സിൻ്റെ അവിടെ പോയിട്ട് അത് പെട്ടെന്ന് തീരും. ഇവിടെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനാരില്ല, പരാതികൾ പറയാനാരില്ല, പരിഭവങ്ങൾ പറയാനാരില്ല. എങ്ങനെ വേണമെങ്കിലും ലൈഫ് നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഭൂരിഭാഗം വീട്ടമ്മമാരും ഇവിടെ വിദേശത്തൊക്കെ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. എന്ന് വെച്ചിട്ട് നാടിനോട് വെറുപ്പ്, നാട്ടുകാരോടും വീട്ടുകാരോടും വെറുപ്പ് എന്നല്ല കേട്ടോ. ഒരു ഭാഗത്ത് നമുക്ക് അവരും വലുതാണ്, മറുഭാഗത്ത് നമ്മളെ ഹസ്ബൻഡാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അവരുടെ കൂടെയുള്ള ജീവിതം, അതും പേഴ്സണൽ ലൈഫൊക്കെ കിട്ടുകയെന്നുള്ളത് അത് ഇവിടെ തന്നെയാണ് കേട്ടോ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് ആരും പേടിക്കണ്ട, അതാണ് വലിയൊരു കാര്യം. നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുക ഇവിടെ. സത്യം പറഞ്ഞാൽ നാട്ടിലാകുമ്പോൾ നമുക്ക് നമ്മളെ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാവരും കുറച്ച് പേടിയൊക്കെ ഉണ്ടാവില്ലേ, അവരോട് സ്നേഹവും ബഹുമാനവും അവരോട് കുറച്ച് പേടിയൊക്കെ കലർന്നാണല്ലോ നമ്മളെ ജീവിതം. നമ്മളെ തോന്നിവാസത്തിനൊന്നുമല്ലല്ലോ നമ്മളെ വീട്ടിൽ ജീവിക്കുക. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആരെയും പേടിക്കാനില്ല. ഇപ്പോൾ വഴി നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാണ്ടിരിക്കാം, അങ്ങനെയൊക്കെ ഇങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകട്ടെ. ആരും കുറ്റം പറയാനുമില്ല, കുറ്റപ്പെടുത്താനുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. പിന്നെ ഒന്നാമത് കുറേ ഫാമിലി ടൈം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ, പിന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഇനി വീണ്ടും തുടങ്ങണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ഇനി കോളുകൾ വരുന്നത് കാത്തിരിക്കണം, അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം കേട്ടത്. ഞാൻ എൻ്റെ
മനസ്സിൽ തട്ടി പറയുകയാണ്. അത്രക്ക് സങ്കടമുണ്ട് എനിക്ക് നാട്ടിൽ പോണ കാര്യം ആലോചിക്കുമ്പോൾ. അത് നാടിനോട് വെറുപ്പായോണ്ടല്ലോ കേട്ടോ. അങ്ങനെ ആരും വിചാരിക്കരുത് ഇവളിപ്പോൾ വലിയ അവിടെ ഒന്നല്ലല്ലോ ജനിച്ചതെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ നാട്ടിലത്തെ സാധാരണക്കാരിയാണ്. എന്നിരുന്നാൽ കൂടി ഇവിടെ എന്തൊക്കെയോ മിസ്സാവണ പോലെ തോന്നും. അതേ സ്ഥാനത്ത് ഫവൽക്ക കൂടെ ഉണ്ട്, ഞങ്ങളെ കൂടെ വരുന്നെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ തോന്നൂല കേട്ടോ. എന്തെന്നെ വന്നാലും ഫവൽക്ക കൂടെ ഉണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ ഫവൽക്ക ഒറ്റയ്ക്ക് ഇനി വരാം, ഞങ്ങളെ കൊണ്ടുവരില്ല. അപ്പോൾ എനിക്കിവിടെ മിസ്സാവണ കാര്യങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞങ്ങളെ ഫാമിലി ടൈം കുറേ മിസ്സാവും. കുട്ടികളും ഞങ്ങളും മാത്രമുള്ള കുറേ ടൈമുകളുണ്ട്. ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ എന്താ പറയുക, ഷോപ്പിംഗ്, മെയിനായിട്ട് ഷോപ്പിംഗ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഷോപ്പിങ്ങിന് ഇറങ്ങുന്ന ശീലമൊക്കെ ഇവിടെയാണ് ഇട്ടുള്ളത്. നാട്ടിൽ പോയാൽ ഷോപ്പിങ്ങും ഇല്ല ഷോപ്പും ഇല്ല. ഒരു എന്താ പറയുക, ഫവൽക്കാട് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരും, എൻ്റെ വീട്ടിൽ നിന്ന് ഫവൽക്കാട് വീട്ടിലേക്ക് പോകും. അതാണ് കേട്ടോ എൻ്റെ ഒരു ആകെയുള്ള പുറത്ത് പോക്ക്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പറയും, സാധാരണ എല്ലാ കുട്ടികൾക്കും നാട്ടിൽ പോകാനായിരിക്കില്ല ഇഷ്ടം. എൻ്റെ മക്കൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ പാർക്കിൽ പോവും, പപ്പ പുറത്ത് കൊണ്ടുപോകുമെന്നൊക്കെ പറയും. നാട്ടിലാവുമ്പോൾ ഉമ്മ എങ്ങോട്ടും കൊണ്ടുപോകില്ല, ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ആകെ സ്കൂളിൽക്കാണ്, അങ്ങനെയൊക്കെ പറയും കേട്ടോ. ഇത്തവണ വീക്കെൻഡിൽ ഞങ്ങൾ കോറം പാർക്കിലേക്കാട്ടോ വന്നത്. നമ്മളവിടെ നിന്ന് കുറേ ദൂരമുണ്ട് ഈ ഒരു പാർക്കിലേക്ക്. പക്ഷേ ഇത് നല്ല വൈഡായിട്ടും കാണാൻ നല്ല രസമുള്ള പാർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കുറേ നേരം ഇവിടെ കളിക്കാനൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ലാസ്റ്റ് വീക്കെൻഡാണ്, അപ്പോൾ കുറച്ച് നല്ലൊരു പാർക്ക് നോക്കി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. മിക്കപ്പോഴും നമ്മൾ വീക്കെൻഡിന് പാർക്കിൽ തന്നെയാണ് കേട്ടോ കൂടുതലും പോകൽ. കാരണം എന്ന് വെച്ചാൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ കുറച്ചും കൂടി നല്ലത് അവിടെ ആണല്ലോ. അവർക്ക് ബോറടിക്കില്ല. മറ്റുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു മുഷിപ്പാണ്, വേഗം തിരിച്ചു പോകണം എന്നുള്ള ഒരു ജ്വരമാണ്. ഇവിടെ ആകുമ്പോൾ അവരവിടെ കളിക്കുകയും ചെയ്യും. നമ്മൾ പായ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഒന്നില്ല ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നമുക്കെന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾ ഓൾറെഡി ഇന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള വയറൊന്നുമില്ല കേട്ടോ. നല്ല കോഴിക്കോടൻ സ്റ്റാറിൽ പോയിട്ട് നല്ല അടിപൊളി ബിരിയാണി തട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരായിരുന്നു നമുക്ക് കഴിക്കാനായിട്ട്. പക്ഷെ കഴിക്കാൻ കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ലല്ലോ, വയറും കൂടി വേണ്ടേ. അപ്പോൾ അവർ കുറേ നേരം അവിടെ കളിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ. നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളേതായ കുറേ നല്ല ടൈമുകൾ കിട്ടും. നല്ല റിലാക്സിങ് മൂഡാണല്ലേ. നമ്മളെപ്പോഴും കിച്ചണ്, ജോലി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രസ്ട്രേഷനാണല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ ആകുമ്പോൾ ഇടയ്ക്കൊക്കെ കിച്ചണൊക്കെ ഒന്ന് പൂട്ടി വെച്ച് പുറത്തേക്കൊക്കെ വരാം, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കുക. എൻ്റെ ഈ കഥയൊക്കെ കേട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവില്ല. ഇത് സത്യമായിട്ടും ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇനി ഒരു വീക്കെൻഡ് ഒന്നും എഡിറ്റ് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊക്കെ വരലുണ്ടാവില്ല. ഇനിയിപ്പോൾ വിസ പുതുക്കാൻ വന്നാൽ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ നീണ്ട കഥയൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മിസ്സാവണ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ മിസ്സാവും. ഫുഡ്, ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, വലിയ വലിയ എക്സ്പ്ലോർ ഒന്നും അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ചെറിയ ചെറിയ ഈ സന്തോഷങ്ങളൊക്കെ എനിക്ക് വലിയ വലിയ സന്തോഷങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മിസ്സിങ് ഉണ്ടാവും. ഇതിങ്ങനെ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇതൊക്കെ തിരിച്ചാലോചിക്കുമ്പോൾ സങ്കടം വരും. പിന്നെ നിവൃത്തിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളെ ജീവിതം പോവുക. നമുക്ക് ഒരുമിച്ച് നിൽക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റേതായ കാര്യങ്ങളും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ റബ്ബ് വിധിച്ച പോലെ ആയിരിക്കും. എന്നാലും ഇവിടെ അൽഹംദുലില്ലാ നമ്മളെ ഇവിടെ വന്ന് ഇത്ര നാൾ സന്തോഷത്തിൽ നിൽക്കാനൊക്കെ അള്ളാഹുടെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടല്ലേ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് മാത്രം പറയരുത്, പോസിറ്റിവിറ്റിയും ഉണ്ട്. അതിന് അപ്പും ഡൗണും ഉണ്ട്. ഇങ്ങോട്ട് വരാൻ അപ്പായ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നു, ഇനി ഡൗൺ ആയ സമയത്ത് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.